ഈ ദിവസം നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ തന്നെ വിഷയമായി എടുക്കുകയും കേരളം ആകെ ചർച്ച ചെയ്യുകയും ചെയ്തത് മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസംഗമാണ്. അതിന് പിറ്റേ ദിവസം മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമുദായത്തിന് അവിടെ ഉണ്ടാകുന്ന റെപ്രസെന്റേഷനിൽ അവിടെ ഉണ്ടാകുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും അടക്കം കിട്ടുന്നതിലെ അനീതിയെക്കുറിച്ചാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. എന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണ്, ഞാൻ അത് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതൊക്കെ പകൽ പോലെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ 3 പതിറ്റാണ്ട് തികയ്ക്കുന്ന, അതായത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3 പതിറ്റാണ്ട് തികയ്ക്കുന്ന ചടങ്ങിൽ പോയി അദ്ദേഹം പറഞ്ഞത് കുമാരനാശനേക്കാൾ സംഭാവന നൽകിയ ഒരാൾ എന്ന നിലയ്ക്ക് പറയാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയായിരുന്നു. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന നിലയ്ക്ക്, അതായത് വെള്ളാപ്പള്ളി നടേശൻ പോലും അവകാശപ്പെടാത്ത തരത്തിൽ അതിനെ ന്യായീകരിക്കാനും, ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് എങ്കിൽ ഈ പ്രസംഗം ഇനിയും ആവർത്തിക്കാമല്ലോ, കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടന്ന പ്രസംഗമാണ്. ആ തരത്തിൽ ലഘൂകരിക്കാനും ആ തരത്തിൽ പ്രശംസിക്കാനും ആ തരത്തിൽ അതിന് സാധുത നൽകാനും കഴിയുന്ന സാഹചര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരാളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒന്ന്, ഈ പാലക്കാട്ടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗവാർ വിവാദത്തിൽ മുൻ BJP വക്താവും നിലവിലെ BJP വക്താവും തമ്മിൽ നടത്തിയ വാദപ്രതിവാദങ്ങൾ ഞാനത് വളരെ രസകരമായിട്ടത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാ കാലത്തും ഹെഡ്ഗവാറിനെ കുറിച്ചും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന വർഗീയ നിലപാടിനെക്കുറിച്ചും വളരെ വ്യക്തമായ അഭിപ്രായമാണ് CPIM-നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇവിടെ CPM ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ഈ കേരളത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാലത്തോളം ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഈ RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ വളച്ചൊടിക്കാനും ഈ നിലക്ക് ഈ ചരിത്രത്തിൽ എവിടെയും ഇടമില്ലാത്ത വ്യക്തികളുടെ പേരിൽ സ്മാരകങ്ങളും മറ്റും പണിയാനും ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിനും പാലക്കാട് ഉൾപ്പെടെ കേരളത്തിൽ എവിടെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ പിന്നെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അത് അവരുടെ തന്നെ സംഘടനയുടെ ഒരു യോഗത്തിൽ നടത്തിയ സാമാന്യം സമയമെടുത്ത പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുറത്ത് വന്നതായി നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും. പക്ഷെ ആ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യങ്ങളോടും CPIM-ഓ അതല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒരു നിലക്കും യോജിക്കുന്നതല്ല. വളരെ കൃത്യമാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPIM-ന്റെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം ഞാൻ ഭൂമിശാസ്ത്രപരമായി പാലക്കാട് ജില്ലയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും മലപ്പുറത്തിൻ്റെ ബോർഡറിൽ മലപ്പുറവുമായി നിരന്തരം ഓരോ ദിവസവും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. മലപ്പുറത്ത് നിന്ന് വിവാഹം കഴിച്ച ഒരാളാണ്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു അഭിപ്രായം ഒരു കാലത്തും പ്രത്യേകിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവില്ല എന്നും മലപ്പുറവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്തല്ല കേരളത്തിലെവിടെയും ഒരു ജാതി വിവേചനവും ഒരു വിഭാഗവും ഒരു ജാതീയമായ വിവേചനവും അഭിമുഖീകരിക്കുന്നില്ല എന്നതും നമുക്കറിയാവുന്നതാണ്. അതിനെ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ടതുമാണ്. അല്ല, അങ്ങനെ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്നുള്ളതൊക്കെയാണ് CPM-ന്റെ രാഷ്ട്രീയ ഭാഷ്യം. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ അങ്ങനെ ചെയ്തു എന്ന് റിയാസുദ്ദീൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന ഈ 30-ാം വർഷവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ക്ഷണിതാവാണ്. അവിടേക്ക് അദ്ദേഹം പോകേണ്ടതുണ്ട്, മന്ത്രിമാരടക്കമുള്ളവരുണ്ട്. അവിടെ ചെല്ലുന്നു, വെള്ളാപ്പള്ളിയെ അവിടെ ചെന്ന് പഴിക്കണം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെയല്ല, നമ്മളൊരു നല്ല പരിപാടിക്ക് പോകുമ്പോൾ നല്ല വാക്ക് പറയാൻ പറ്റുന്ന സാധ്യതകൾ അന്വേഷിച്ച് നല്ല വാക്ക് പറഞ്ഞു വരിക എന്നുള്ളതാണ് സുജന മര്യാദ. ശരി, പക്ഷെ അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറഞ്ഞതാണ്, അത് വക്രീകരിച്ചതാണ്, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട അവസ്ഥ എന്താണ്? അല്ല, വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കേണ്ട സമയത്തെല്ലാം വളരെ ശക്തമായി കൃത്യമായി വിമർശിച്ച പാർട്ടിയാണ് CPIM. കണിച്ചിക്കുളങ്ങരയിൽ പന്തല് കെട്ടി
വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രസംഗിച്ച ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. ഈ പറയുന്ന മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒന്നുമല്ല. അത് വിമർശിക്കേണ്ട സമയത്ത് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു തന്നെയാണ് CPIM മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിലെ നിലപാടിൽ പിന്നീട് ഉറച്ചു നിൽക്കുകയല്ല വെള്ളാപ്പള്ളി ചെയ്തത്. അദ്ദേഹത്തെ സന്ദർശിച്ച ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നേതാക്കന്മാരോട് ഉൾപ്പെടെ ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ല, അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. മലപ്പുറത്തെക്കുറിച്ചോ മുസ്ലിം വിഭാഗത്തെക്കുറിച്ചോ അത്തരം ഒരു അഭിപ്രായം എനിക്കില്ല. നമുക്ക് രാജ്യത്ത് ബാബരി മസ്ജിദ് RSSകാരാൽ സംഘപരിവാർ ക്രിമിനലുകളാൽ തകർക്കപ്പെട്ട സമയത്തുൾപ്പെടെ SNDP യോഗവും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും ഉയർത്തിപ്പിടിച്ച നിലപാട് അത് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ എന്നെ ഒരു വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഞാൻ പറഞ്ഞ നിലപാടുകളെ വളച്ചൊടിച്ചതാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നോട്ട് പോയതാണോ എന്ന കാര്യത്തിൽ രണ്ട് വാക്കുകളും റിയാസുദ്ദീൻ തരം പോലെ ഉപയോഗിക്കുന്നുണ്ട്. വളച്ചൊടിക്കലും പിന്നോട്ട് പോക്കും രണ്ടാണ്. പറഞ്ഞതുപോലെ കേരളത്തിൽ പച്ചവെയിലിൽ കത്തി നിൽക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആ പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നത് ശരിയുമാണ്. ശ്രീ റിയാസുദ്ദീൻ, ഞാൻ അങ്ങേക്ക് വരാം.